നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അതിനിടയിലാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്ത് 10 ലക്ഷത്തിലേറെ സൈബർ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാകിസ്ഥാൻ അടക്കമുള്ള പല രാജ്യങ്ങളിൽ നിന്നാണ് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായതെന്നാണ് മഹാരാഷ്ട്ര സൈബർ റിപ്പോർട്ടിൽ പറയുന്നത്. മഹാരാഷ്ട്ര പോലീസിലെ സൈബർ ക്രൈം വിഭാഗത്തിന്റേതാണ് ഈ വെളിപ്പെടുത്തൽ. ഏപ്രിൽ 22-ാം തീയതിക്ക് ശേഷം ഡിജിറ്റൽ ആക്രമണങ്ങളിൽ വലിയ രീതിയിലുള്ള വർധനവാണ് രാജ്യത്തുണ്ടായതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയിൽ നടന്ന 10 ലക്ഷം സൈബർ ആക്രമണങ്ങളിൽ ഏറെയും മിഡിൽ ഈസ്റ്റ്, ഇന്തോനേഷ്യ, മൊറോക്കോ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ നിന്നാണ് ഹാക്കിംഗ് ശ്രമങ്ങളിൽ ഏറിയ പങ്കും വന്നിട്ടുള്ളതെന്നാണ് സൂചന. സൈബർ യുദ്ധമുഖം തുറക്കുന്നതിന് സമാനമായാണ് ആക്രമണമെന്നാണ് മഹാരാഷ്ട്ര സൈബർ ക്രൈം വിശദീകരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾക്കും വകുപ്പുകൾക്കും സൈബർ ആക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നതായി മുംബൈ പോലീസ് വിശദമാക്കുന്നുണ്ട്. ഏപ്രിൽ 22-ാം തീയതി ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് ഈ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. അതിനു പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോര് രൂക്ഷമായതിനു പിന്നാലെയാണ് രാജ്യത്ത് 10 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തും വിവിധ സുപ്രധാന ഓഫീസുകളിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൌസിലും ബോംബ് വെക്കുമെന്ന് ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ് സന്ദേശം എത്തിയത്. ലഹരി വ്യാപനത്തിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് ബോംബ് വെക്കുമെന്നായിരുന്നു ഇമെയിൽ സന്ദേശം വിശദമാക്കിയത്. തിരുവനന്തപുരത്തെ ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും രാജ്ഭവനിലും ഭീഷണി സന്ദേശം എത്തിയിരുന്നു.